കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചൈനയിലെ പ്രൊഡക്റ്റ് സ്പെസിഫിക് മാളുകളെക്കുറിച്ചും അതേപോലെ മാർക്കറ്റും സ്ട്രീറ്റുകളെക്കുറിച്ചൊക്കെയാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സംസാരിച്ചത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ചൈനയിലെ വളരെ ഫേമസ് ആയ കാന്റൺ ടവറിനെ കുറിച്ചാണ്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതാണ് ഗ്വാങ്ജൂവിലെ പ്രധാനപ്പെട്ട ഓഫീസും അതുപോലെ ഗവൺമെൻറ് സ്ഥാപനം കാര്യങ്ങളൊക്കെ ഉള്ള ഒരു പ്രധാനപ്പെട്ട ഹോട്ടൽസ്, അതേപോലെ ഷോപ്പിംഗ് മാൾസ്, റെസ്റ്റോറൻറ്റ്സ് കാര്യങ്ങളൊക്കെ ലൊക്കേറ്റഡ് ഉള്ള ഒരു പ്രധാനപ്പെട്ട നഗരമാണ്, ഒരു ബിസിനസ് ഹബ്ബാണ് ഇത് ഗ്വാങ്ജൂവിൽ. ലോകത്തിൽ പല ഭാഗത്തുമുള്ള ഒരുപാട് ബ്രാൻഡുകൾ അതേപോലെ ഒരുപാട് സ്ഥാപനങ്ങളുടെ ഓഫീസും കാര്യങ്ങളൊക്കെ ഈ ഒരു സിറ്റിയിലാണ് ലൊക്കേറ്റഡ്. ഈ ഒരു സിറ്റിയുടെ പ്രത്യേകത എന്താ വെച്ചാൽ ഒരുപാട് യുണീക്കായ ബിൽഡിങ്സ് ഉണ്ട്. എല്ലാ ബിൽഡിങ്ങും ഒന്നിനൊന്ന് വെച്ചാണ്. ഇവിടുത്തെ ബിൽഡിങ്സ് തന്നെയാണ് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ വരുന്നത്. ഓരോ ബിൽഡിങ്ങും ഒന്നിനൊന്ന് വെച്ചാണ്. അതിൻ്റെ ഡിസൈൻ ആയിക്കോട്ടെ, അതിൻ്റെ ലൈറ്റ് വർക്ക് ആയിക്കോട്ടെ, എല്ലാം യുണീക്കാണ്. ഈ ഒരു സിറ്റിയിലെ പ്രധാന ആകർഷണം എന്ന് പറയുന്നത് കാന്റൺ ടവറാണ്. 2010 സെപ്റ്റംബറിലാണ് ഈ ഒരു ടവർ ആദ്യമായിട്ട് ഇനോഗ്രേറ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ ഹൈറ്റ് 604 മീറ്റർ ആണ്. ഗ്വാങ്ജൂ TV ആസ്ട്രോണോമിക്കൽ ആൻഡ് സൈറ്റ് സീയിങ് ടവർ എന്ന് ഇതിന് പേരുണ്ട്. ഇതൊരു മൾട്ടി പർപ്പസ് ടവറും കൂടിയാണ്. ഇതിൻ്റെ ഏറ്റവും മുകളിൽ ഒബ്സർവേഷൻ ഡെക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതോടൊപ്പം തന്നെ ഒരുപാട് അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് കാര്യങ്ങളൊക്കെ ഇതിൻ്റെ മുകളിലുണ്ട്. അത് ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായും വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഇതിൻ്റെ ഏറ്റവും മുകളിലുള്ളത്. പിന്നെ മറ്റെല്ലാ ടവറിനെ പോലെ തന്നെ ഓഫീസ്, റെസ്റ്റോറൻറ്റ്സ്, ഹോട്ടൽസ് എല്ലാം ഇതിൻ്റെ അകത്ത് അവൈലബിൾ ആണ്. 2010 ഏഷ്യൻ ഗെയിംസിനാണ് ഈ ഒരു ടവർ ഏറ്റവും കൂടുതൽ അറിയപ്പെടാൻ തുടങ്ങിയത്. ഇതായിരുന്നു ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ടവർ. CN ടവറിനെ വെട്ടിച്ചാണ് ഇത് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ടവർ ആയത്. പിന്നീട് ടോക്കിയോ സ്കൈ ട്രീ ടവറാണ് ഇതിനെ വെട്ടിയത്. പിന്നീട് ഷാങ്ഹായ് ടവറും കൂടി വന്നു. അതായിരുന്നു പിന്നീട് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ടവർ. ഈ ടവറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. ഈ ടവർ ടെലികമ്മ്യൂണിക്കേഷൻസിനാണ് പ്രധാനമായിട്ട് യൂസ് ചെയ്യുന്നത്. ാണ് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ തുടങ്ങുന്നത്. 2010 ഇതിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ തീരുന്നത്. മൊത്തം 37 ഫ്ലോർ ഉണ്ട് ഇതിന്.